ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 14 ഇത്തവണത്തെ മകരസംക്രാന്തി വരുന്നത്. തമിഴ്നാട്ടിൽ തൈപ്പൊങ്കലെന്നും നമ്മുടെ നാട്ടിൽ മകരസംക്രാന്തി. ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള പൂജകളും ഒക്കെ നടക്കുന്ന ദിവസം. ഈ വർഷം ജനുവരി 15 മകരം 1 വരുന്നതെങ്കിലും മകരസംക്രമണവും അതിനോടൊത്തുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് ജനുവരി 14 നമ്മുടെ ഒരു വർഷത്തെ ഐശ്വര്യം ശരിക്കു പറഞ്ഞാൽ തുടങ്ങുന്നത് ഈ ഒരു മകരം 1 മുതലാണെന്ന് പറയാം. സൂര്യഭഗവാൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലോട്ട് വടക്ക് നോക്കി സഞ്ചരിക്കുന്ന സമയമാണിനി. ഭഗവാൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലോട്ട് മാറുന്ന ദിവസം. അതുമാത്രവുമല്ല, ഈ 2026 എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംക്രാന്തികളും നമുക്ക് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. നമ്മുടെ കുടുംബപരമായിട്ടും ധനപരമായിട്ടും ഒക്കെയുള്ള എല്ലാ ദോഷങ്ങളും മാറി ഐശ്വര്യം നിറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. തൈ പിറന്നാൽ വഴി പിറന്നു എന്നാണ് തമിഴ്നാട്ടിലൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ് മകരമാസം അല്ലെങ്കിൽ തൈ മാസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലോട്ട് ഈ പോസിറ്റീവ് എനർജിയും എല്ലാ ഐശ്വര്യങ്ങളും വരണമെങ്കിൽ അതിനു മുൻപായി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങളെയും നെഗറ്റിവിറ്റികളെയും ഒഴിവാക്കിക്കൊണ്ട് വേണം പുതിയ വർഷത്തിലെ എല്ലാ ഐശ്വര്യങ്ങളെയും നമ്മൾ സ്വീകരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ ഒരു ജനുവരി 14 മുൻപായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം നമ്മളെ വീട് മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ വീട് വൃത്തിയാക്കണം. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കോണുകളും വൃത്തിയാക്കി അങ്ങനെ എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ജോലിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തിരക്കാണെന്നുള്ളവർ വീട്ടിലെ എല്ലാ റൂമിലെയും എല്ലാ കോണുകളിലെയും ചിലന്തി വലകൾ, ചുക്കിരി വലകളൊക്കെ അടിച്ചു മാറ്റി പൊടിപടലങ്ങളൊക്കെ മാറ്റി തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ, നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ്സ്, പെട്ടികൾ, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, പല വിധത്തിലുള്ള ക്രീമുകൾ, ചിലപ്പോൾ ഇതൊക്കെ തീർന്നിട്ടും നമ്മൾ കളയാതെ മാറ്റി വെച്ചിരിക്കുന്ന ബോട്ടിൽസ് ഉണ്ടാവും. അത് ചിലപ്പം സമയപരിധി മൂലമോ നമ്മുടെ കണ്ണിന് കാണാഞ്ഞതൊക്കെ ആവാം. അപ്പം അതൊക്കെ നീക്കം ചെയ്യണം. നമ്മൾ ഉപയോഗിക്കാത്ത ചപ്പൽസ് എന്ന് പറയുമ്പം ഒരു വർഷമായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാലിന് ചെറുതായി പോയത്, ചെറുതായിട്ട് പൊട്ടിയത്, അതൊക്കെ കളയാൻ ബുദ്ധിമുട്ടുള്ളവർ തയ്പ്പിച്ചാണെങ്കിലും യൂസ് ചെയ്യണം. അങ്ങനെയല്ല, നിങ്ങൾക്കിനി വേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയണം. നമ്മൾ ഉപയോഗിക്കാതെ ഒരു വസ്തു ഒരുപാട് നാൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയുടെ ആധിക്യമുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വസ്തുക്കളൊക്കെ ഒന്ന് സ്ഥാനം മാറ്റിയിടണം. ഇപ്പം ഹോളിലാണെങ്കിൽ നമുക്ക് സെറ്റി ഉണ്ടാവും, സോഫയുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്ന് വെച്ചാൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റുക എന്നുള്ളതല്ല, നിങ്ങൾ ജസ്റ്റ് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാനൊക്കെ മന്ത്ലി ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്ത് മാറ്റി ഇടും. കാരണം നമ്മുടെ വീടിനൊരു പുതുമ നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കിടക്കുന്ന കട്ടിലെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിയിടുക, അതേപോലെ തന്നെ ഹോളിലുള്ള സോഫ മാറ്റിയിടുക, സെറ്റ് മാറ്റിയിടുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ എനിക്കുള്ളതാണ്. മിക്കവർക്കും ആ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തന്നെ തുടരാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ 1 ഇഞ്ച് വെച്ചിട്ടെല്ലാം ഇച്ചിരി വലിച്ച് മാറ്റിയിടണം. നമ്മുടെ മേശകളും കട്ടിലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അവിടെ വായു സഞ്ചാരം ഉണ്ടാവാനും അവിടെ കെട്ടി നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡായി പോവാനും പകരം അവിടെ പോസിറ്റിവിറ്റി നിറയാനുമാണ് നമ്മളിത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അലമാരിയിൽ ഇപ്പോൾ എല്ലാവർക്കും കബോർഡ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഉപയോഗിക്കാത്ത തുണികൾ, കീറിയ തുണികൾ, അതൊക്കെ നീക്കം ചെയ്യണം. അപ്പം നിങ്ങൾക്കത് വേണ്ട തുണികളാണ് കീറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തയ്ച്ചെടുക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞേക്കുക. ഇനി നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണത് കളയാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് റീയൂസ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് ചെയ്യണം. വെറുതെ നമ്മൾ കൂട്ടി വെക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജാമുറിയിൽ നിങ്ങൾ പൊട്ടിയിട്ടുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോസോ അതേപോലെ പാത്രങ്ങളോ വിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയതാക്കി എല്ലാം പുതിയത് മാറ്റി വെക്കണം.
പിന്നെ കിച്ചണിൽ ചെന്ന് കഴിയുമ്പോൾ കിച്ചണിലാണെങ്കിലും പൊട്ടിയിട്ടുള്ള ഗ്ലാസ്, പാത്രങ്ങൾ, ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. ഒരു ചീനച്ചട്ടിക്ക് ഒരു പിടിയേ ചിലപ്പോൾ കാണുള്ളൂ, ഒരെണ്ണം കാണില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വേറെ എടുക്കണം. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽസ് കീറിയിട്ടുണ്ടെങ്കിലോ തീ പിടിച്ച് കരിഞ്ഞിട്ടുള്ളത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മളതൊന്നും ഉപയോഗിക്കുകയേ ചെയ്യരുത്. അതൊക്കെ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം. നമുക്കിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് കിച്ചൺ റീയൂസബിൾ ടവൽസ് മേടിക്കാൻ കിട്ടും. വളരെ വളരെ യൂസ്ഫുള്ളാണ് അത് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ളത് മേടിച്ച് വെക്കുക. വളരെ വില കുറവാണത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ ഒരുപാട് ക്യാരി ബാഗ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയി വെക്കാതെ അതെല്ലാം കൂടെ ഒന്നിച്ച് നല്ല ക്ലീനായിട്ട് മടക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഫ്രിഡ്ജിനുള്ളിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പഴകിയ അച്ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് റീപ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാതെ വെച്ചിട്ടുള്ള എന്തെങ്കിലും പാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം സോസാവാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കിച്ചണിലോട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കളയണം. ഉണങ്ങിയിട്ടുള്ള നാരങ്ങയുടെ തൊണ്ടുകളുണ്ടെങ്കിൽ അത് കളയണം. തേങ്ങാമുറി ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്, അത് കേടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗമില്ലാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതും പൊട്ടിയതും കീറിയതും പിഞ്ചിയതുമായിട്ടുള്ള സർവ്വ വസ്തുക്കളും നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവയൊക്കെ കൂടിയിരിക്കുമ്പം നെഗറ്റീവ് എനർജി കൂടുകയും നമ്മൾ ചെയ്യുന്ന ഒന്നിൻ്റെയും ഫലങ്ങൾ നമുക്ക് ലഭിക്കാതെ വരികയും ചെയ്യും. ഇതെല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാനെടുക്കും? അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ മുറികളായിട്ട് ക്ലീൻ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ചുക്കരിവല, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വസ്തുക്കളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെ വീട് ക്ലീൻ ചെയ്ത ശേഷാലും അതിന് ശേഷം തുളസി തീർത്ഥം വീട് മുഴുവൻ തളിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ കണ്ടു, നിങ്ങൾ ഇന്നിത് ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തുളസിയിലിട്ട് വെച്ചിരിക്കുക. അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മൾക്ക് നമ്മുടെ വീട് മുഴുവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മുതൽ മുഴുവനായിട്ട് ടോയ്ലറ്റും ബാത്റൂമും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അവിടെ ഇത് സ്പ്രിങ്കിൾ ചെയ്യുക. എത്ര ദിവസം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നുണ്ടോ ഈ ഒരു 14-ാം തീയതിക്ക് മുൻപ് അത്രയും പ്രാവശ്യം നമ്മളിത് സ്പ്രിങ്കിൾ ചെയ്യണം. അതുവഴി നമ്മുടെ വീട്ടിലോട്ട് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി വരും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഫ്രണ്ട് ഡോറ് ജനുവരി 14-ന് മുൻപ് ഏറ്റവും ഭംഗിയായിട്ട് ക്ലീനാക്കി വെക്കണം. പൊടിപടലങ്ങളൊക്കെ തുടച്ച് ഡോറ് നല്ല രീതിയിൽ അകവും പുറവും തുടച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ തോരണങ്ങളൊക്കെ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കീറിയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ തോരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഏറ്റവും ഭംഗിയാക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിനെയും നമ്മൾ വെക്കണം. അതേപോലെ വീടിനുള്ളിൽ നമ്മൾ ചെടികളുണ്ടെങ്കിൽ അതിപ്പം പ്ലാസ്റ്റിക് ചെടികളാണെങ്കിൽ വിറ്റ് കളഞ്ഞേക്കുക, അങ്ങനെയല്ല ഒറിജിനൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഇലകൾ പഴുത്തോ അല്ലെങ്കിൽ ഉണങ്ങിയോ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. നമ്മുടെ വീടിൻ്റെ കന്നിമൂല, ഇപ്പം ഈ ഒരു വർഷം നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗം നമ്മൾ ഏറ്റവും ക്ലീൻ ആക്കിയിടണം. അവിടെ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം, അത് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും, കന്നിമൂലയാണെങ്കിലും വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം, വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം, ഈ 3 ഭാഗങ്ങളിലും വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ക്ലീൻ ആയിട്ടിരിക്കണം. ആ ഭാഗങ്ങളിൽ അഴുക്കോ പൊടിയോ ഒന്നും ഉണ്ടാവാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ അക്ഷയപാത്രം വെച്ചിട്ടുണ്ട്, ജലസാന്നിധ്യം അവിടെ എപ്പോഴും വേണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർഷം തുടങ്ങുന്നതിന് മുൻപ്, അതായത് മകരം 1-ന് മുൻപായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മകരം 1-ാം തീയതി, അതായത് തലേ ദിവസം ജനുവരി 14 സംക്രമണം തുടങ്ങുന്ന സമയമൊക്കെ ഞാൻ വീഡിയോ ചെയ്തേക്കാം. സോ ജനുവരി 14-ാം തീയതി രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ വീട് ഫുൾ ക്ലീനാക്കി കഴിഞ്ഞു. നിങ്ങൾ ബെഡ്ഷീറ്റ്സ്, പില്ലോ കവർ എല്ലാം മാറ്റി എല്ലാം പുതിയത് വിരിക്കണം. വീട് മുഴുവൻ തൂത്ത് തുടച്ച് അന്നത്തെ ദിവസം സംക്രമണം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ വീട്ടിൽ സ്പ്രിങ്കിൾ ചെയ്യേണ്ടുന്ന ജലം എന്ന് പറയുന്നത് തുളസി തീർത്ഥം. അതായത് ഒരു പാത്രത്തിൽ ജലമെടുത്ത് തുളസിയിലയിട്ട്
പച്ചക്കർപ്പൂരവും ജവ്വാത് പൊടിയും ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 12 മണിക്കൂർ അത് അങ്ങനെ തന്നെ ഇരിക്കണം. അത് വേണം നമ്മൾ മകരസംക്രാന്തിക്ക് തൊട്ട് മുൻപുള്ള സമയം, അതായത് സംക്രാന്തി സമയം എപ്പോഴാണെന്ന് ഞാൻ വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ഈ ജലം വീട് മുഴുവൻ തളിച്ചിട്ട് വേണം വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ സംക്രാന്തിക്ക് മുൻപായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റിയും ഐശ്വര്യവും ഒക്കെ വരുന്നതാണ്. സംക്രാന്തിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത്, ബുധനാഴ്ചയാണ് സംക്രാന്തി വരുന്നത്, ബുധനാഴ്ച വൈകുന്നേരമാണ്. അപ്പം ഇന്ന് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഉച്ചവരെ നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. പറ്റുന്നത് പോലെ ക്ലീൻ ചെയ്യുക. എല്ലാം ക്ലീൻ ചെയ്ത് തൂത്തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ച് ഇതൊക്കെ ചെയ്യണം. വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു സമയമാണ് വരുന്നത്. അതേപോലെ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു സംക്രാന്തിക്ക് മുൻപായിട്ട്, അതായത് ജനുവരി 14 മുൻപായിട്ട് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, നാളെ കഴിഞ്ഞ് ചെയ്യാം. എല്ലാ ദിവസവും വീട്ടിൽ 2 നേരം വിളക്ക് കത്തിച്ചാലും ഒരു നേരമാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതെങ്കിലും എന്തെങ്കിലും ഒരു വെള്ള പുഷ്പം നിലവിളക്കിന് സമർപ്പിച്ച് ഓം ശ്രീം ശ്രീയൈ നമഃ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത് ചെയ്യേണ്ടത് സ്ത്രീകളാണ്. നമുക്കിത് 3 ദിവസം ചെയ്യണം. അതിന് ശേഷം പിന്നെയുള്ള 2 ദിവസവും കൂടി ചെയ്യണം. അങ്ങനെ ടോട്ടൽ 5 ദിവസം ചെയ്യണം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ താമസിച്ചാലും കുഴപ്പമില്ല. ഇതെപ്പോൾ കാണുന്നോ അപ്പോഴാണ് ചെയ്തു തുടങ്ങുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വെളുത്ത പുഷ്പം, ഒരേ ഒരു പുഷ്പം മതിയാകും. അതിപ്പം എന്തുമായിക്കൊള്ളട്ടെ, വെളുത്ത റോസാപ്പൂവോ താമരപ്പൂവോ നന്ദിയാർ വട്ടമോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ എന്തും, വെളുത്ത ഒരു പുഷ്പം, ഒരൊറ്റ പുഷ്പം നിലവിളക്കിന് സമർപ്പിച്ച് മന്ത്രം ചൊല്ലുക. ഇത് എന്തുകൊണ്ട് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ മകരസംക്രാന്തി വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ പോലും വിചാരിക്കുന്നതിലും ഇരട്ടിയായിരിക്കും. വീട്ടിലെ സ്ത്രീകൾ തന്നെ ഇത് ചെയ്യണം, അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.